ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ. ഇന്ത്യ ഓസ്ട്രേലിയ ബോർഡർ ഗവാസ്കർ ട്രോഫിക്ക് ശേഷം ടെസ്റ്റ് ഫോർമാറ്റിൽ വമ്പൻ മാറ്റങ്ങൾക്കൊരുങ്ങുകയാണ് ICC. മുൻ BCCI സെക്രട്ടറി കൂടിയായിട്ടുള്ള ജയ്ഷയാണ് നിലവിൽ ICCയുടെ ചെയർമാൻ. സോ ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഇത്തവണ റെക്കോർഡ് കാണികൾ തന്നെയായിരുന്നു മത്സരങ്ങൾ ലൈവായി കാണാനായി സ്റ്റേഡിയങ്ങളിലേക്ക് എത്തിയത്. സോ ഈ ഒരു സംഘാടനത്തിലെ മികവ് കാരണം ടെസ്റ്റ് ഫോർമാറ്റ് കൂടുതൽ ആളുകളിൽ അല്ലെങ്കിൽ കൂടുതൽ കാണികളിലേക്ക് എത്തിക്കാൻ വേണ്ടി ജനപ്രീതി ആർജിക്കാൻ വേണ്ടിയാണ് നിലവിൽ ICC വമ്പൻ മാറ്റങ്ങൾ ടെസ്റ്റ് ഫോർമാറ്റിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത്. നിലവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അതിൽ ഏറ്റവും പ്രധാനമാകാൻ പോകുന്നത് ആഷസ് ടെസ്റ്റ് സീരീസ് തന്നെയായിരിക്കും. നമുക്കറിയാം ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും കളിക്കുന്നത് പോലെ തന്നെയാണ് ആഷസ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടും ഓസീസും കളിക്കുന്നത്. സോ ആഷസ് ടെസ്റ്റ് നിലവിൽ 2 വർഷത്തിലൊരിക്കലാണ് നടത്തുന്നത്. എന്നാൽ അതിന് പുതിയ മാറ്റങ്ങൾ വരുമ്പോൾ 3 വർഷത്തിൽ 2 തവണയെ നടത്താനാണ് നിലവിൽ ICC പദ്ധതികൾ ഒരുക്കുന്നത്. ടെസ്റ്റ് ക്രിക്കറ്റിലെ ഏറ്റവും ജനകീയമായ പരമ്പരയിൽ ഒന്നാണ് ആഷസ്. സോ ആഷസിൻ്റെ ദൈർഘ്യം കുറച്ചുകൊണ്ട് വരുന്നത് വഴി ക്രിക്കറ്റ് ആരാധകരെ കൂടുതലായി ടെസ്റ്റ് ക്രിക്കറ്റിലേക്ക് ആകർഷിക്കുകയാണ് നിലവിൽ ICCയുടെ ലക്ഷ്യം. 2027 മുതലായിരിക്കും ഈ ഒരു പരിഷ്കരണം നടപ്പിലാക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ടെസ്റ്റ് കളിക്കുന്ന 12 രാജ്യങ്ങളെ 2 ഗ്രൂപ്പുകളായി വിഭജിച്ചുകൊണ്ട് അതായത് വമ്പൻ ടീമുകളെല്ലാം ഒരു ഗ്രൂപ്പിലാക്കിക്കൊണ്ട് അവർ തമ്മിൽ മത്സരങ്ങൾ കളിക്കുകയും അത് കൂടുതൽ ജനപ്രീതി ആർജിക്കുകയും എന്നൊരു ലക്ഷ്യം കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ ആ ഒരു ടാർഗറ്റ് കഴിഞ്ഞ ദിവസം ICC സംബന്ധിച്ച് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു നീക്കങ്ങളെല്ലാം അടക്കം ഈ ഒരു ടെസ്റ്റ് ഫോർമാറ്റിലേക്ക് ICC കൊണ്ടുവരാൻ പോകുന്നുണ്ട്. ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യാനായി നിലവിൽ ICCയുടെ ചെയർമാനായിട്ടുള്ള ഇന്ത്യക്കാരൻ കൂടിയായിട്ടുള്ള മുൻ BCCI സെക്രട്ടറി ജയ്ഷ അടുത്ത മാസം ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. സോ അതിനുശേഷമായിരിക്കും ഇതിൻ്റെ എല്ലാം മാറ്റങ്ങളെ സംബന്ധിച്ചുള്ള അപ്ഡേറ്റുകൾ നമുക്ക് കൃത്യമായി ലഭിക്കാൻ പോകുന്നത്. സോ നിലവിൽ ഇന്ത്യ, ഇംഗ്ലണ്ട്, ഓസീസ് തുടങ്ങിയ ബിഗ് 3 ടെസ്റ്റ് ടീമുകൾക്കിടയിൽ കൂടുതൽ മത്സരങ്ങൾ സംഘടിപ്പിക്കാനും ഈ ഒരു അനുമതി നൽകിയേക്കും. കഴിഞ്ഞ ദിവസം സമാപിച്ച ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ കഴിഞ്ഞ ആഴ്ച സമാപിച്ച ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ റെക്കോർഡ് കാണികളാണ് എത്തിയത്. മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ നടന്ന ബോക്സിംഗ് ടെസ്റ്റിൽ ഏതാണ്ട് 3.7 ലക്ഷത്തോളം കാണികളാണ് കഴിഞ്ഞ ആ ഒരു ബോക്സിംഗ് ടെസ്റ്റിൽ 5 ദിവസങ്ങളിൽ നടന്ന ടെസ്റ്റിൽ കാണാൻ എത്തിയത്. സോ ഈ ഒരു ജനപ്രീതി തന്നെയാണ് നിലവിൽ ടെസ്റ്റ് ഫോർമാറ്റിനെ കൂടുതൽ വളർത്തിക്കൊണ്ടുവരാൻ ICCയുടെ മാറ്റങ്ങൾ വരാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.